ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ആട്ടോ. അപ്പോൾ ദേ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിന് ദേ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം ഇതിനെ ചൂടുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് വയ്ക്കും. 10 മിനിറ്റോളമെങ്കിലും ഇട്ട് വയ്ക്കണം നമ്മൾ. കാരണം നമ്മൾ പുറത്തുനിന്ന് അത്യാവശ്യം കുറേ വിഷമടിച്ച് വരുന്നൊരു പച്ചക്കറിയാണ് നമ്മുടെ കോളിഫ്ലവറൊക്കെ. അപ്പോൾ അതിൻ്റെ ഇതും എല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത്. എന്നിട്ട് ഇത് കഴുകിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതുപോലെ കുറച്ച് ഗരം മസാല നമുക്ക് ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചാൽ കൂടുതലിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റോളം വെക്കാം മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പാനൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്കിത് വറുക്കാനായിട്ട് വെക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇപ്പോൾ ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറിയിലിടുമ്പോൾ തന്നെ അതൊരു അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇതുപോലെ മൂടിയൊക്കെ വെച്ച് ഒന്ന് വേവിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉള്ളൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഏകദേശം വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കേണ്ട പരിപാടിയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തക്കാളി, അതുപോലെ തന്നെ സബോള, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം നമുക്ക് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള വേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് ഈ കറികളിൽ വേപ്പിലയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അധികം വേപ്പില ചേർത്ത് കൊടുക്കാറുണ്ട്. അതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ കറിക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുന്നത്. അങ്ങനെ അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സബോള ചേർത്ത് കൊടുക്കാറായിട്ടുണ്ട്. ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള സബോള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സബോള അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ല പോലെ ഒന്ന് ഇതിലേക്ക് ഒന്ന് വാടി വരുമ്പോഴാണ് നമുക്കിനി നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഈ സബോള ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം തക്കാളിയും പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മുടെ കോളിഫ്ലവറും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ശരിക്കും ആ മസാലയൊക്കെ നമ്മുടെ കോളിഫ്ലവറും ഒന്ന് പിടിച്ചതിന് ശേഷം വേണം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത്യാവശ്യം ആ മസാലയൊക്കെ ഒന്ന് അതുപോലെ തക്കാളിയും ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഇങ്ങനെ മൂടി വെച്ചിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെയും വേവിച്ച് കഴിക്കാം. അത് നല്ലൊരു വ്യത്യസ്ത ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെറിയ സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കറിയാണ്. നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല കോളിഫ്ലവറിൻ്റെ ഈ കറി ഉണ്ടെങ്കിൽ തന്നെ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന വെച്ചാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.